ഹലോ ഗൈസ്, നമ്മൾ ഹൈദരാബാദ് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് കൂടി മെട്രോയിൽ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് യശ്വന്ത്പൂർ എന്നാണ് ട്രെയിൻ ഉള്ളത്. രാത്രി 11:45 ട്രെയിൻ. ഇപ്പോൾ 8 മണി ആയിട്ടുള്ളൂ. നമ്മൾ ഇവിടുന്ന് ട്രെയിന് മെട്രോ എടുത്തിട്ട് വേണം അവിടെ പോകാൻ. നമ്മൾ എന്നിട്ട് നാളെ രാവിലെ 10:30 ആകുമ്പോഴാണ് ഹൈദരാബാദ് എത്തുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറിയിട്ടോ. മെട്രോയിൽ തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കേണ്ടി വന്നു. അതിനകത്ത് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഞാൻ പറയണൊന്നും കേൾക്കാണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് നേരെ ഒരു പാനിപൂരി കഴിക്കാനാണ് പോയത്. അവിടെ ഭയങ്കര പല ഫ്ലേവറുള്ള പാനിപൂരീസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം ട്രൈ ചെയ്തു. എനിക്ക് എവിടെ പോകുമ്പോഴും പാനിപൂരി നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. നമ്മൾ കുറേ നേരം എത്തിയിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. യശ്വന്ത്പൂർ ജംഗ്ഷനിൽ തന്നെയാണ് ട്രെയിൻ സ്റ്റാർട്ടിങ്. അങ്ങനെ നമ്മളെ സ്റ്റേ ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കുറ്റക്കടത്തി ഉറക്കമായിരുന്നു. രാവിലെ ഇപ്പോൾ 7 മണി 10 മണി വരെ നമ്മൾ ട്രെയിനിൽ നിൽക്കണം. ഇവിടെ ഒരാൾ ട്രെയിൻ നല്ല അധികം ആൾക്കാരില്ല. പിന്നെ ഭയങ്കര ഫാസ്റ്റാണ്. മൊത്തം 611 കിലോമീറ്ററാണ് ബാംഗ്ലൂരിൽ നമ്മുടെ കച്ചേഗോഡേക്ക് ഉള്ളത്. അത് ഒരു ഓവർനൈറ്റ് നമ്മൾ എത്തുകയാണ്. എന്തായാലും ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ട്രെയിനുമാണ്. നല്ല ക്ലീനായിട്ടുള്ള ട്രെയിൻ. രാവിലെ പല്ല് വയ്ക്കാതിരുന്നിട്ട് സമൂസക്കാരൻ പോണതും നോക്കിയിരിക്കുകയാണ്. ഞാൻ 1000 വട്ടം പറഞ്ഞു സമൂസ കഴിക്കണ്ടെന്ന്. അതിന് വെയിറ്റ് എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്തുള്ള സാധനം കഴിക്കുന്നത് ഇഷ്ടമല്ല. ഇവൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത്രയും പറഞ്ഞനുസരിക്കാതെയാണ് കഴിക്കുന്നത്. സമൂസ ആണോ നിനക്ക്? സമൂസ നിനക്ക് വേണം. നല്ല മുഖത്ത് നല്ല ആഗ്രഹം കാണാണ്ട്, അതുകൊണ്ടാണ്. എന്റെ മുഖത്ത് ഒരാഗ്രഹമില്ല. നിനക്ക് വേണോ? എനിക്ക് നിന്റെ നോക്കാം. ഇത് നീ കഴിക്കോ ഞാൻ കഴിക്കോ നമുക്ക് നോക്കാം. നീ വിശന്നിരിക്കണ എനിക്ക് പറ്റൂല. എനിക്ക് വേണ്ട. അങ്ങനെ ഇവിടെ ഒരു ചേട്ടൻ വന്നു. ബ്രെഡ് ഓംലെറ്റും കട്ട്ലറ്റും ആയിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതായത് അവസാനം ബ്രെഡ് ഓംലെറ്റും കട്ട്ലറ്റും പോകുന്നുണ്ടായിരുന്നു. അവസാനം കട്ട്ലറ്റ് മതി എന്ന് പറഞ്ഞിട്ട് ബ്രെഡും കട്ട്ലറ്റും ആക്ച്വലി ബ്രെഡും കട്ട്ലറ്റും കൂടി തരുന്നതിനാട്ടോ അവർ പറഞ്ഞു. അങ്ങനെ ബ്രെഡിൻ്റെ ഇടയിൽ നമ്മൾ ആ കട്ട്ലറ്റും വെച്ചു കഴിച്ചേ. അങ്ങനെ നമ്മൾ കച്ചേഗോഡ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ശനിയാഴ്ച ആയിട്ടും. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തെത്താം. നമുക്ക് ഊബർ വിളിക്കാം. റൂം എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. അതിനുശേഷം നമ്മൾ ഒരുങ്ങിയിട്ടാട്ടോ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ പറയുന്ന ഒന്നും കേൾക്കാനില്ല. അവിടെ ഭയങ്കര സൗണ്ടായിരുന്നു. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അന്നദാനമാണ് തോന്നുന്നു. നിറച്ച ആൾക്കാർ നിൽക്കുന്നുണ്ട് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ. ഇന്നലെ നമ്മൾ ഓട്ടോ എടുത്തിട്ട് ചാർമിനാറിൻ്റെ അവിടേക്ക് ശതാബ് ഹോട്ടലിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് റിവ്യൂസൊക്കെ ബിരിയാണിയുടെ നമ്മളവിടെ കണ്ടായിരുന്നു. ശതാബ് ഹോട്ടലിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നല്ല തിരക്കുണ്ട്. നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ മോളിൽ പോയി നോക്കി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇവൻ്റെ പുള്ളിയായിരുന്നു താഴെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ബിരിയാണി കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ. ഇവിടെ ഒരു സമൂസ ചേട്ടൻ. സമൂസ കണ്ട ഇതിൻ്റെ ഒരു വേറെ ഒന്നും കാണാൻ പറ്റൂല സാറേ. അയാളെ വീഡിയോ എടുക്കാൻ എന്നോട് പറയാണ്. ഇവിടെ ഒരുപാട് തുണിക്കടകളൊക്കെ ഉണ്ട്. പക്ഷെ ഒക്കെ ഒരു തിളക്കുള്ള ടൈപ്പ് തുണി.
ഈ സമൂസ കടയിൽ നിന്ന് സമൂസ വാങ്ങട്ടെ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റില്ല, ഇപ്പം ഭക്ഷണം ഇപ്പോൾ ഒരു ബിരിയാണി വെച്ചിട്ടേ ഉള്ളൂ. വൈകുന്നേരം ചായക്ക് വേണമെങ്കിൽ വാങ്ങിത്തരാം, ഇപ്പോൾ വാങ്ങിത്തരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നടക്കുക കേട്ടോ. നമ്മൾ ചാർമിനാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടെ എളുപ്പവഴി കൂടെ നടക്കാം. ചാർമിനാർ മാർക്കറ്റിലൂടെ കേട്ടോ നമ്മൾ നടക്കുന്നത്. ഒരുപാട് കടകളുണ്ട്. ബാർഗെയിനിങ് അത്ര അലൗഡ് അല്ല തോന്നുന്നു. എല്ലായിടത്തും ഫിക്സഡ് റേറ്റ് നീക്കി വെച്ചിട്ടുണ്ട്. സംഭവം ഇങ്ങനെയുള്ള കടകളുടെ ഇടയിൽ കൂടെ നടക്കാൻ തന്നെ രസമാണ്, നമ്മളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ. ചാർമിനാറിൻ്റെ എവിടെയാണ് ചാർമിനാറിന് എങ്ങനെയാണോ എന്ന് ഡൗട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു പേരയ്ക്ക ഉപ്പിലിട്ട് വാങ്ങിയിട്ടോ. 40 രൂപയായിരുന്നു ആ ഒരു പേരയ്ക്കയ്ക്ക് വാങ്ങിയത്. അങ്ങനെ നമ്മുടെ ഒരു വ്യൂ, ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളങ്ങനെ അടുത്ത സ്പോട്ടിലെത്തിയിരിക്കുകയാണ്, ചൗവ മഹൽ പാലസ്. ഇത് കണ്ടിട്ടൊരു പാലസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവരൊരു മെയിൻറ്റെയിൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു പഴയ ഒരു ബിൽഡിങ്, ഒരു പെയിൻറ്റ് പോലും അടിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു പാലസാണ് അത്രേ. ടൂറിസമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു പാതകം അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലം. ഇനി ഇവിടെ ടിക്കറ്റ് എടുക്കണം തോന്നുന്നു അകത്ത് കയറാൻ. എത്ര രൂപ ടിക്കറ്റിന് നമുക്ക് നോക്കാം. അകത്ത് ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കയറി. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, പല ഏരിയാസിലും. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് 50 റുപ്പീസ് എക്സ്ട്രാ പറയുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ കൊടുത്തിട്ടില്ല. 200 രൂപ തന്നെ കുറച്ച് ഓവറാണ് 2 പേർക്ക്. അങ്ങനെ ചൗവ മഹലിനകത്തുള്ള ഒരു സീനാട്ടോ നിങ്ങൾ കാണുന്നു. ഇത് തന്നെയാണ് മെയിനായിട്ട് അവിടെ കാണാനുള്ളൂ. അവിടെ കുറച്ചൊരു വൃത്തിയുണ്ട്. നമ്മൾ പുറത്ത് കണ്ടതിനേക്കാളും ഇവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ അധികം തിരക്കുമില്ല കേട്ടോ. നമുക്കിങ്ങനെ വൈകുന്നേരം നേരത്തൊക്കെ നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇന്ന് ഭയങ്കരമായിട്ടുള്ള വെയിലും ഇല്ല, അതുകൊണ്ടായിരിക്കാം. അടുത്ത നമ്മളിതിനകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ. അകത്ത് എന്താ കാണാനുള്ളത് നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ചൗവ മഹൽ പാലസിൽ നിന്ന് ഇറങ്ങി. നല്ല ദാഹിക്കുന്നുണ്ട്. എവിടെയെങ്കിലും നമുക്ക് വെള്ളം കിട്ടുമോ നോക്കാം. അങ്ങനെ ജ്യൂസ് കട കണ്ടു, അൽ റഹ്മാൻ ജ്യൂസ് കോർണർ. ഇവിടെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം എന്ത് വേണമെന്ന്. അവസാനം അങ്ങനെ വാശി പിടിച്ച് ആഗ്രഹിച്ച് സമൂസ വാങ്ങാണ്. 5 എണ്ണത്തിന് 20 രൂപയ്ക്ക് സമൂസ ഇതാ കിട്ടി. ആ മുഖത്ത് ആ സന്തോഷം ഒന്ന് കാണണം നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ കുറച്ച് എന്തൊക്കെയോ ഷോപ്പിംഗ് ചെയ്തു. അതിനുശേഷം ചായക്കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ചായക്കട മാത്രമല്ല കേട്ടോ, ബിരിയാണിയൊക്കെ ഉണ്ട്. എന്നിട്ട് ആ സമൂസ ഇരിക്കുന്നു, പക്ഷെ നമ്മളതൊന്നും വാങ്ങുന്നില്ല. കോഫി ഇല്ലാത്തതുകൊണ്ട് തന്നെ ചായയിൽ അവനൊരു ചായ മാത്രമാണ് ഓർഡർ ചെയ്തത്. പക്ഷെ മഞ്ഞപ്പൊടി ഇട്ട ചായയാണെന്ന് തോന്നുന്നു. നല്ല മധുരം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ആകെ ബ്ലോക്കാണ് ഗൈസ്. നമ്മൾ റൂമിലോട്ട് പോവാണ്. ശേഷം രാത്രി വീട്ടിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ പോയി കുറച്ച് നേരം റെസ്റ്റ് വീണ്ടും ഇറങ്ങിയതാണ്. ബീഗം ബസാറിലോട്ടാണ് നമ്മൾ പോണത്. അവിടെ ഒരു ധാബ ഉണ്ട്. 1969 സന്തോഷ് ധാബ തപ്പിയിട്ടാണ് നമ്മൾ പോണത്. ബീഗം ബസാറിലും നല്ല ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണെന്നാണ് അറിഞ്ഞത്. നമുക്ക് അവിടെ കാണാം. നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അതിനുശേഷം തട്ടുകടയിൽ
അടുത്തൊരു ബിരിയാണി കടയാണ്. ഇവിടെ കാറ്ററിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ബിരിയാണി ചിക്കൻ ബിരിയാണി 80 രൂപയുള്ളൂ. ഇഷ്ടപ്പെട്ടോ? ഉച്ചക്കത്തെ ബിരിയാണിനേക്കാളും നല്ലതാണെന്നാണ് പറഞ്ഞത്. അവിടെ നല്ല വിലയുണ്ടായിരുന്നു, പക്ഷേ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ഞങ്ങൾ കുടിക്കാതെ ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഗോവിന്ദ ദോശക്കട എന്ന് നമ്മൾ തപ്പി നോക്കിയിട്ടാണ് വന്നുള്ളത്. ഈ തിരക്കുള്ള കടകളിൽ ഇവിടെ എന്താ കിട്ടുന്നത്? അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ ചായ കുടിച്ചിട്ട് റൂമിലെത്തിയതിന് ശേഷം കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി സമയം 12 മണിയായിട്ടോ ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ പോണത് ഫുഡ് കഴിക്കാനാണ്. അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം കൂടി കാണാം. നൈറ്റ് 7 മണിക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. 7 മണിക്കോ? ആ 7 മണി. നമ്മൾ ഗോൾക്കൊണ്ട ഫോർട്ടിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം കാണാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. 25 രൂപയാണ് ഇവിടെ എൻട്രി ഫീസ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പ്രേമലു സിനിമയിൽ അവർ വന്നിട്ടുള്ള ഫോർട്ട് ഇതാണ്. ഹൈദരാബാദ് വന്നതിൽ ഏറ്റവും വർത്തായത് ഈ ഒരു ഫോർട്ടാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. ഈ പച്ച കളറിൽ കാണുന്നത് ഈ ലൈറ്റ് വരുന്ന സംഭവമാണ്. അതിൻ്റെ മുകളിലോട്ടൊക്കെ ആൾക്കാർ കയറിപ്പോണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. നമ്മൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. വേനൽക്കാലത്ത് വരികയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഇത് നല്ല ക്ലൈമറ്റും കൂടി ആയതുകൊണ്ടാണ് ഈ സ്ഥലം നമുക്ക് ഇത്രയും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയത്. എങ്ങനെ ഉണ്ടായിരുന്നു? മന്നേല് വെർത്ത് ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് അവൻ പറയുന്നത്. നമ്മുടെ ഹൈദരാബാദ് ജേണിയുടെ അവസാനത്തെ ദിവസമാണ്. തിരിച്ച് അതിസാഹസികമായിട്ട് കാവ്യ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ പ്രൗഡ് മൊമെൻറ്റോടെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഗുഡായിട്ട് ഇരിക്കുന്നുണ്ടോ? വെൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സീറ്റ് പിടിച്ചിട്ടാണ്. ഭയങ്കര തിരക്കാണ്. കാവ്യ